ഇന്നത്തെ കാലത്ത് ആരും ഹെൽത്ത് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഇത്ര തിരക്ക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പേഴ്സണാലിറ്റിയാണ്. ഹെൽത്ത് പരമായുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആളോട് തന്നെ ഡയറക്റ്റ് ചോദിക്കാം. കാമോ. ഞാൻ ഓൾറെഡി നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ച് നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ ആകാംക്ഷ തോന്നുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ നിങ്ങളെങ്ങനെയാണ്, വെജ് ആണോ അതെ നോൺ വെജ് ആണോ? ഗുഡ്. സോ ഒന്ന് ഇപ്പോൾ നമ്മൾ ജനങ്ങൾക്ക് ഒരു കാര്യം ഓഫർ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അപ്പോൾ നമ്മൾ സ്വയമായിട്ട് നമ്മുടെ ലൈഫിൽ എന്ത് ഡിസിപ്ലിനാണ് ഫോളോ ചെയ്യുന്നത് അതും ഒരു ചോദ്യചിഹ്നമാണ് ആക്ച്വലി. ഇപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ആലോചിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് പരമായിട്ടൊരു കാര്യം നടത്തുകയാണെന്ന് വെച്ചെങ്കിൽ വ്യക്തിപരമായ ലൈഫിലും കൂടിയും അത് എക്സാക്ട്ലി സെയിം ആവണമെന്ന് അങ്ങനെ നിർബന്ധമില്ല. പക്ഷേ നമ്മളും കൂടി നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വേറെ രീതിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ബേസിസിൽ അതൊരു അതിജീവിച്ചുകൊണ്ട് പോകുകയാണ്. അപ്പോൾ ഞാൻ സ്വയമായിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഒരു വെജിറ്റേറിയൻ ആണ്. ഓക്കെ, സോ അങ്ങനെയാണ് എൻ്റെ ലൈഫ് സ്റ്റൈല്. പിന്നെ ഏകദേശം ഒരു 7 വർഷമായിട്ട് ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടാണ് ഞാൻ. അതെ 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 അതെ. സോ അതിന് മുമ്പ് നോൺ വെജ് അത്യാവശ്യം എല്ലാ ഐറ്റംസും ട്രൈ ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ്. അതെ അതെ അതെ. സോ അങ്ങനെ മാറാനൊരു കാരണം ചോദിച്ചാൽ അതിന് കൃത്യമായ റീസൺസ് തന്നെ ഉണ്ട് ആക്ച്വലി. സോ ഇങ്ങനെ ആരോ ഉപദേശിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല, അതൊരു ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടോ അത് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടോ അങ്ങനത്തെ കാരണങ്ങളൊന്നുമല്ല. ഇപ്പോൾ എന്താണ്ടായിച്ചെങ്കിൽ ഒരു 7 വർഷം മുൻപ് പേഴ്സണൽ ലൈഫിൽ ഞാൻ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആക്റ്റീവായിട്ട് യോഗ ഫോളോ ചെയ്യാൻ തുടങ്ങി. സോ അത് എന്താ സംഭവിച്ചെങ്കിൽ യോഗ പഠിക്കുന്ന സമയത്തും ഇപ്പോൾ എന്നെ പഠിപ്പിച്ച വ്യക്തി എന്നോടിപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണം തന്നെ കഴിക്കണം, നോൺ വെജ് ഒഴിവാക്കാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ എന്നാലും ഇതെന്താ സംഭവിക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മളൊരു ഡെപ്തിലേക്ക് പോകുന്ന സമയത്ത്, യോഗയുടെ ഡെപ്തിലേക്ക് പോകുമ്പോൾ ഇത് ക്രിയായോഗയാണ്. ക്രിയായോഗ എന്ന് പറയുന്നത് എനർജീസായിട്ടാണ് നമ്മൾ കണക്ഷൻ ഉണ്ടാക്കുന്നത്, ഉള്ളിൽ കിടക്കുന്ന എനർജീസായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ആയി വരുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ ബോഡിയുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ബോഡിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ അത് പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ അപ്പോൾ പിന്നെ നോൺ വെജ് ബോഡിക്ക് സൂട്ടബിൾ ആണോ അല്ലേ എന്നൊരു ചോദ്യമുണ്ട് ഇവിടെ. ഇപ്പോൾ ഞാനിപ്പോൾ അധികം ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അധികം ഇങ്ങനെ ഉപദേശമായിട്ടൊന്നും ഇങ്ങനെ വരാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാം. എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ സ്വയമായിട്ട് കണ്ടറിഞ്ഞത് എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ആക്റ്റീവായിട്ട് യോഗ അങ്ങനെ ഫോളോ ചെയ്ത് തുടങ്ങിയപ്പോൾ ഡെയിലി ബേസിസിൽ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ബോഡി നോൺ വെജ് ഭക്ഷണം പണ്ടത്തെ പോലെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം യെസ്. സോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അറിഞ്ഞത് ഇത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് അല്ല, ഇങ്ങനെ ക്രിയായോഗ ആക്റ്റീവായിട്ട് ഡെപ്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ലൈഫിൽ സംഭവിക്കുന്ന സെയിം കാര്യങ്ങളാണ്. എല്ലാവർക്കും അതേ ലൈഫ് സ്റ്റൈലായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. പലരും മാക്സിമം ആൾക്കാരും നോൺ വെജ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർ ഇത് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അവർക്കും സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു എനിക്കെന്തൊരു യുണീക്ക് എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ അറിഞ്ഞത് ഇത് ജനറലായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഇത് തന്നെയാണ്. പിന്നെ ഇതിലിപ്പോൾ അങ്ങനെ കാര്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 4 സ്റ്റെപ്സിൻ്റെ ഒരു ക്രിയായോഗയാണിത്. അധികം ടൈം എടുക്കുന്നില്ല. ഒരു 21 മിനിറ്റ്സിൻ്റെ ഒരു യോഗയും കൂടിയാണത്. നമ്മൾ ജസ്റ്റ് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾ ചെയ്യാണ്. അതിലധികം ഫിസിക്കൽ ആക്ടിവിറ്റീസ് പോലും ഇല്ല. അങ്ങനെ ഇത്ര വലിയൊരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ വന്നത് ഞാൻ സ്വയമായിട്ട് അതിശയിച്ച് പോയിട്ടുണ്ട്. അത് ഇതുവരെ ഒരു ചിക്കൻ ബിരിയാണി ആസ്വദിച്ച് കഴിക്കുന്ന ആൾ എങ്ങനെയാണ് സഡൻലി അതിനോട് ഒരു എന്താ പറയുക ഒരു വിമർശനം അതുപോലെ ഇങ്ങനെ ഒരു താല്പര്യം കുറഞ്ഞു പോകുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ തന്നെ സർപ്രൈസ് ആയി പോയിട്ടുണ്ട്. പക്ഷെ അത് ആക്ച്വലി ഒരു ലൈവ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതിനെപ്പറ്റി ഞാൻ കുറച്ച് റിസർച്ചും കൂടി ചെയ്ത് തുടങ്ങി. കുറച്ച് റിസർച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മുടെ ഒരു ബോഡിയുടെ സ്ട്രക്ചർ അത് വേറൊരു ആനിമലിനോടാണ് കൂടുതൽ സാമ്യം. ഇപ്പോൾ കാർണിവറസും ഹെർബിവറസും 2 കാറ്റഗറി മെയിനായിട്ട് മാമൽസിലുണ്ട്. നമ്മൾ മാമലാണല്ലോ. അപ്പോൾ കാർണിവറസ് ആനിമലിൻ്റെ ഒരു ജോയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? വലിയ 2 കെനൈൻസ് ഉണ്ട്, 4 വലിയ കെനൈൻസ് ഉണ്ട്. അത് ഫ്ലഷിനെ മാന്തി പൊളിക്കാനുള്ളതാണ് ആക്ച്വലി. പിന്നെ അലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് ലെങ്ത് ഫ്രം ദ മൗത്ത് ടു ദ ബോട്ടം എനസ് വരെ ലെങ്ത്. അത് കാർണിവറസ് ആനിമലിൻ്റെ കുറവാണ്. ഹെർബിവറസ് ആനിമലിൻ്റെ നീളം കൂടിയതാണ്. നമ്മുടേത് ഹെർബിവറസ് ആയിട്ടാണ് മാച്ച് ആവുന്നത്. അത് അതിൻ്റെ റീസൺ ഒന്നുകൂടി എന്താണെന്ന് വെച്ചെങ്കിൽ ഈ മാംസം കഴിക്കുന്ന സമയത്ത് അത് ബോഡിയിൽ അധികം നേരം നിൽക്കാൻ പാടില്ല. അത് ഉടനെ പുറത്തേക്ക് തള്ളി പോകണം.
ഹെർബിവോറസ് അനിമളുടെ സ്ട്രക്ചറിലും നമ്മുടെ സ്ട്രക്ചറിലും ആ സാധനം കുറേ നേരം കിടക്കും. അപ്പോൾ കുറേ നേരം കിടക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചെങ്കിൽ മാംസം ആക്ച്വലി റോട്ട് ആവാനും സ്റ്റാർട്ട് ആവും ബോഡിയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് നല്ലൊരു ഫുൾ ലഞ്ച് ഒരു നോൺ വെജ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉറക്കം തോന്നും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ ബോഡിക്ക് ഈ സാധനം ഡൈജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് കുറച്ച് അധികം അധ്വാനിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഷട്ട് ഡൗൺ മോഡിലേക്ക് പോകുന്നത്. ഉറക്കം വരുന്നത് പറഞ്ഞാൽ ഷട്ട് ഡൗൺ, സിമ്പിൾ. ഷട്ട് ഡൗൺ ചെയ്തിട്ടാണ് ബോഡി അതിനെ ഡൈജസ്റ്റ് ചെയ്തെടുക്കുന്നത്. വേറെ നിങ്ങളൊരു ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഉറക്കമത്ത് തോന്നില്ല. ഫ്രൂട്ട് പറഞ്ഞാൽ ഈ ഒരറ്റത്ത് നോൺ വെജ് ഭക്ഷണം, മറ്ററ്റത്താണ് ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഘു ഭക്ഷണം പോലെ പറയാം. അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ രണ്ട് ഐറ്റംസിനെ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ ബോഡിയിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ, ആരെങ്കിലും നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ ഇങ്ങനെ പലരും ഇങ്ങനെ ഉപദേശിക്കും ആക്ച്വലി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ദ ബെസ്റ്റ് തിങ് ഇസ് യുവർ ഓൺ എക്സ്പീരിയൻസ്. നിങ്ങളുടെ സ്വയം എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം എന്താണ് നിങ്ങൾക്ക് സൂട്ടബിൾ. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നിങ്ങളൊരു മേ ബി ഒരു ആർമി ജവാനാണ് മേ ബി. സോ നിങ്ങളുടെ ഡെയിലി റൂട്ടീനാണ് കുറേ അധികം ഹെവി വർക്ക് ചെയ്യുക, മസ്കുലർ വർക്ക് കുറേ അധികം ഉണ്ട്. അപ്പോൾ പിന്നെ അതിന് അനുബന്ധമായ അനുയോജിച്ച ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ ഇൻടേക്ക് ചിലപ്പോൾ വേണ്ടി വരും. അത് അത്യാവശ്യം വെജിറ്റേറിയൻ ഫുഡ്സിലുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ ഇഷ്ടംപോലെ കിങ്സൊക്കെ ആക്റ്റീവായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്ന കിങ്സൊക്കെ പ്യുവർ വെജിറ്റേറിയൻസ് ആണ് ആക്ച്വലി. നല്ലോണം ചക്രവർത്തികളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. പ്രോട്ടീൻ കൂടുതലായിട്ട് കിട്ടുന്ന ഫുഡ്സ്. അതെ കുറേ ഫുഡ്സ് ഉണ്ട്. ഇൻഫാക്ട് ഇപ്പോൾ ഹോർസ് ഗ്രാം ഉണ്ട്, മുതിര എന്ന് പറയുന്നത്. പിന്നെ സോയാബീൻ ഉണ്ട്, പിന്നെ ഡെയറി ഐറ്റംസ് എന്തായാലും ഉണ്ട്. അപ്പോൾ പിന്നെ ബോഡിയിൽ ആക്ച്വലി പ്രോട്ടീൻ കണ്ടന്റ് തന്നെ ഏത് അളവിലാണ് വേണ്ടത്, അതും കൂടി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊക്കെ അത്യാവശ്യം ന്യൂട്രീഷനിസ്റ്റും ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇതിൽ. പക്ഷേ നമുക്കും കൂടി നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും നമ്മുടെ ഒരു റീഡിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആക്ച്വലി വിചാരിക്കുന്ന പോലെ വളരെ അധികം ഇല്ല പ്രോട്ടീൻ ഇൻടേക്കിൻ്റെ റിക്വയർമെൻറ്റ്. അതും പ്ലസ് നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈലായിട്ട് നല്ലോണം വലിയൊരു കണക്ഷൻ ഉണ്ട്. ഏത് രീതിയിലാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, ആ രീതിയിലേ നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്കും ആവാൻ പാടുള്ളൂ. എക്സസീവ് പ്രോട്ടീൻ പോലും ആയാലും ഇത് വേറെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇൻഫാക്ട് അമേരിക്കൻ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യാൻ വെച്ചാൽ 70% ക്യാൻസറിൻ്റെ സാധ്യത നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇത് അമേരിക്കൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട്. വേറെ അമേരിക്കയിൽ നോക്കാൻ വെച്ചാൽ ഓൾമോസ്റ്റ് 99.9% പീപ്പിൾ ആർ നോൺ വെജ്. പക്ഷേ ഇപ്പോൾ ഒരു വലിയൊരു ട്രെൻഡ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് നേരെ വെജിറ്റേറിയനും അല്ല, നേരെ വേഗനിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. വേഗൻ എന്ന് പറയുന്നത് ഡയറി ഐറ്റംസ് പോലും അവോയ്ഡ് ചെയ്യണം, മിൽക്ക് പോലും പറ്റില്ല, ആനിമൽ എന്ന് പറയുന്ന ഒരു ഐറ്റം കൺസ്യൂം ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു ട്രെൻഡ് അവിടെ വലിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇൻഫാക്ട് സെലിബ്രിറ്റീസാണ് ആ ട്രെൻഡിന് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ബിൽ ക്ലിൻടൺ, അമേരിക്കൻ പ്രസിഡന്റ്, ആള് ഫുൾ വേഗനാണ്. പിന്നെ ബയോൺസ്, ഇത്ര വലിയ സിംഗർ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് അവരും പ്യുവർ വെജിറ്റേറിയൻ ആണ്, വെഗനാണ് ഇൻഫാക്ട്. സോ അങ്ങനെ വലിയൊരു ട്രെൻഡ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. സോ ഇതൊക്കെ പലരും സ്വയം ലൈഫിന് എക്സ്പീരിയൻസ് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മൾ വേറൊരാളിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോളോ ചെയ്യാതെ സ്വയം എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളത് ചെയ്യുന്നതാവും ഏറ്റവും ബെറ്റർ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിൽ കുറ്റബോധമില്ല. പിന്നെ ഇനിയിപ്പോൾ നോൺ വെജ് ഒഴിവാക്കിയതിൻ്റെ ഒരു വിഷമം ഉണ്ടാവില്ല. നോൺ വെജ് ഒഴിവാക്കാൻ ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷേ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ഓൺ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് അനുസരിച്ചാണ് നിങ്ങളുടെ ഡയറ്റും കൂടി വേണ്ടത്. കാരണം ഇന്ന് ശരിക്കും പറയുക 99.9% ആൾക്കാരുടെ ലൈഫിൽ ആ ഒരു എക്സസീവ് പ്രോട്ടീൻ്റെ ആവശ്യമേ ഇല്ല. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു നോർമൽ ആൾ പോലും അത്യാവശ്യം നേരം ഹെവി വർക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് പോലും നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇന്ത്യയിൽ ഹ്യൂജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ അന്നും വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്തിരുന്നു, ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിട്ട് പോലും. അപ്പോൾ പിന്നെ ശരിക്കും പറയുകയാണെന്ന് ആ ഒരു ആക്ച്വൽ നോൺ വെജ് കൺസംഷൻ്റെ ആവശ്യം വളരെ വളരെ ചെറിയൊരു പോപ്പുലേഷനാണ് ആക്ച്വലി ഇത് വേണ്ടി വരുന്നുള്ളൂ. പിന്നെ കോസ്റ്റൽ ഏരിയാസ് നോക്കുകയാണെന്ന് വെച്ചാൽ കോസ്റ്റൽ ഏരിയാസിൽ ഫിഷ് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഫിഷ് നാച്ചുറലായിട്ട് കൺസ്യൂം ചെയ്യും. കോസ്റ്റൽ ഏരിയാസിൻ്റെ മണ്ണിൻ്റെ വളക്കൂറ് കുറച്ച് കുറവാണ്. ഈ വെജിറ്റബിൾസ് അത്ര നന്നായി ഉണ്ടാവില്ല. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ വെജിറ്റബിൾസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. കാരണം മണ്ണിൻ്റെ വളക്കൂറിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ അത് ജോഗ്രഫിക്കലായിട്ട് കുറച്ചൊരു വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ജോഗ്രഫി ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊരു നോൺ വെജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഒരു നമ്മൾ ഡെപ്തിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് പോയാൽ പല റീസൺസ് നമുക്ക് ഇങ്ങനെ മനസ്സിലായി വരും. പിന്നെ ഫൈനലി നമ്മുടെ ഓൺ എക്സ്പീരിയൻസ്. ഇപ്പോൾ എക്സ്പീരിയൻസ് തന്നെ, ഇപ്പോൾ എക്സ്പീരിയൻസിൻ്റെയും നമ്മുടെ സ്വയം എക്സ്പീരിയൻസ് നമുക്ക് എത്ര കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റും, അങ്ങനെ ഒരു ചോദ്യം കൂടി ഉണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഉറപ്പുവരുത്തും. അത് ഉറപ്പുവരുത്താൻ എൻ്റെ അനുഭവത്തിൽ ഒറ്റ ഓപ്ഷനെ ഞാൻ കണ്ടിട്ടുള്ളൂ, അതാണ് ഈ യോഗ.
യോഗയിൽ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് അതിൻ്റെ ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലൈവായി വരും. അതുവരെ സാധനങ്ങൾ സംഭവിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിലില്ല അത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാവാൻ തുടങ്ങും, ഓക്കെ ഇതാണ് സംഭവിക്കുന്നത്. അതെ 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 അതെ. സോ ബേസിക്കലി ഒരു പക്ഷേ ഇങ്ങനെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം, ഈ യോഗനെ വേണമെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. നേരത്തെ ഒരു ഷെല്ല് പോലെ, ഒരു ഷെല്ലിൻ്റെ ഉള്ളിലായിരുന്നു നിങ്ങൾ. ആ ഷെല്ല് ആക്ച്വലി നിങ്ങളും റിയാലിറ്റിയുടെയും ഇടയിൽ ഒരു ഷെല്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഒരു ഒബ്സ്ട്രക്ഷൻ ആയിട്ട് നിൽക്കായിരുന്നു. ഈ യോഗ ആ ഒബ്സ്ട്രക്ഷനെ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിന് നേരിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് എക്സ്പീരിയൻസ് നിങ്ങളുടെ ആക്ച്വൽ ലൈഫിലേക്ക് വന്നു തുടങ്ങും. അപ്പോൾ പിന്നെ ക്ലിയർ ആണല്ലോ. കാരണം എക്സ്പീരിയൻസ് ആകുമ്പോൾ എക്സ്പീരിയൻസ് ഇസ് ഓൺലി വേ ടു നോ തിങ്സ്. എന്തൊരു കാര്യം തിരിച്ചറിയണം, മനസ്സിലാക്കാൻ വേറെ ഒരു വഴിയില്ല. സ്വയം എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൺ ഇത്ര കിലോമീറ്റേഴ്സ് ദൂരെയാണ് എർത്ത് നിന്ന്, അത് വായിക്കാം, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ പോയി വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുവരെ നമുക്ക് എപ്പോഴും ഡൗട്ട് അടിക്കാമല്ലോ അതിന്. എത്ര നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് അത് ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടോ അത് എങ്ങനെ മെഷർമെൻറ്റ് ചെയ്തതിൻ്റെ അത്യാവശ്യം നമുക്ക് ഒരു ഡൗട്ടൊന്നുമില്ല. ഓക്കെ, സയൻറ്റിസ്റ്റ് ചെയ്തൊരു വർക്ക്. പക്ഷെ എന്നാലും നമ്മുടെ ആക്ച്വൽ എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്കതിൽ കോൺഫിഡൻസ് വരില്ല. ഓക്കെ, യെസ് ഇതിങ്ങനെ തന്നെയാണല്ലോ എന്ന്. അപ്പോൾ മാക്സിമം നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ അളവ് നമുക്ക് എന്തോരം കൂട്ടിയെടുക്കാൻ പറ്റും, അതനുസരിച്ച് നമ്മുടെ ലൈഫിൻ്റെ ആക്ച്വൽ വാല്യൂ തന്നെ കൂടും. പിന്നെ നമ്മുടെ ഓരോ രീതിയിൽ ഓരോ പ്രവൃത്തിയിലും എല്ലാത്തിലും അതിങ്ങനെ പുറത്തിങ്ങനെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സിമ്പിൾ പോയിന്റ് പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഈ ക്രിയായോഗ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്ന പോലെ തോന്നി എൻ്റെ ലൈഫിൽ. പക്ഷേ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ചിലപ്പോൾ എനിക്കൊരു ഹാലുസിനേഷൻ ആണെന്ന് വിചാരിച്ചു. എനിക്ക് മാത്രം തോന്നുന്നു അങ്ങനെയാവുമല്ലോ. സോ അപ്പോൾ ഞാൻ എന്നാലും ഞാൻ ഡൗട്ട് അടിക്കും. ആക്ച്വലി യോഗയിൽ നമുക്ക് വേറെ കാര്യം കൂടി പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ വെറുതെ കണ്ണടച്ചൊന്നും വിശ്വസിക്കാൻ പാടില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ വന്നാൽ മാത്രമേ വിശ്വസിക്കണം. അതുവരെ വിശ്വസിക്കാതിരിക്കും വേണ്ട, വിശ്വസിക്കണമെന്നില്ല, രണ്ടും വേണ്ട. തള്ളിക്കളയും വേണ്ട, അത് പൂർണ്ണമായിട്ട് ബ്ലൈൻഡായിട്ട് അക്സെപ്റ്റ് ചെയ്യും വേണ്ട. നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് പതുക്കെ നമുക്ക് അതിനെ എന്താണ് സത്യം അതിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് പോകാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും ഒരു ഇൻട്രസ്റ്റും കൂടി നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ പിന്നെ നിങ്ങൾ സ്വയമായിട്ട് നിങ്ങളുടെ ഓരോ സ്പീഡിൽ ഓരോരുത്തരും സത്യം തിരിച്ചറിയേണ്ട ഓരോരുത്തരുടെ സ്പീഡ് വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തരുടെ സ്പീഡ് വെച്ചിട്ട് നിങ്ങൾ പതുക്കെ പോയിട്ട് എങ്ങനെ പറ്റുന്ന വെച്ചാൽ ട്രൈ ടു ഫൈൻഡ് ദ ട്രൂത്ത് ബൈ യുവർ ഓൺ എക്സ്പീരിയൻസ്. അതാണ് നിങ്ങളുടെ സത്യം. ഈ ഒരു ജനറേഷനിൽ ശരിക്കും പറഞ്ഞാൽ മിക്കൊരു ഫിറ്റ് അല്ല, ബോഡി ആയാലും മെന്റലി ആയാലും ഭയങ്കര ഒരു അഡിക്ഷനാണ് മൊബൈലിലും. അപ്പോൾ അവരുടെ ഇതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അവർക്ക് മാറ്റണം, അതായത് ലൈഫ് സ്റ്റൈൽ മാറ്റണം, അങ്ങനെ എന്താണ് ഒരു ഇത് കൊടുക്കാൻ? അതെ. സോ അതിൽ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ജനാധിപത്യമാണ്. ഓക്കെ, ഡെമോക്രസി ആണല്ലോ. ഡെമോക്രസി വളരെ വിലപ്പെട്ടതാണ്. അത് ചുരുക്കത്തിൽ കിട്ടിയതല്ല, അത്യാവശ്യം അധ്വാനിച്ച് നേടിയെടുത്തൊരു സംഭവമാണ് ഈ ഡെമോക്രസി, ജനാധിപത്യം. അപ്പോൾ പിന്നെ ആ ജനാധിപത്യത്തിൽ ഓരോരുത്തർക്ക് സ്വാതന്ത്ര്യമുണ്ട്, എങ്ങനെ പോകണം എന്നുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഡിവൈസ് കാണുന്നുണ്ടെങ്കിൽ ഡിവൈസ് കാണണം, ഗാഡ്ജറ്റ് കാണണം, എക്സസൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, എക്സസൈസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷേ നേച്ചറിനെ സംബന്ധിച്ച് നേച്ചറിന് ഒരു ലോസ് ഓഫ് നേച്ചർ ഉണ്ട്. അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. പക്ഷേ നിങ്ങൾ നേച്ചറിൻ്റെ ഒരു രീതിയോട് നിങ്ങൾ അലൈൻഡ് ആണോ അല്ലെന്ന് ആ ഒരു സത്യാവസ്ഥ ഉണ്ട്. അതിനോട് നിങ്ങൾ അനുയോജിച്ചിട്ടാണോ നിങ്ങളുടെ പ്രവർത്തികൾ നടത്തുന്നത് ആണോ അല്ലേ, ആ ഒരു ചോദ്യം ഉണ്ട്. അതിൻ്റെ വിപരീതമായിട്ടാണ് നിങ്ങളുടെ പ്രവർത്തികൾ നടത്തുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇഫക്റ്റ് വരും. ഇതിപ്പോൾ നിങ്ങളുടെ കർമ്മം അനുസരിച്ചാണ് നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നത് പറഞ്ഞ പോലെ തന്നെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ട് അപ്പോഴും. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ പണ്ടത്തെ കാലത്തെ പോലെ ഇപ്പോൾ രാവണനായാലും രാമനായാലും രണ്ട് ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലാണ്. ഇപ്പോൾ രാവണനും കുറേ തപസ് ചെയ്തിട്ടാണ് പിന്നെയാണ് കുറേ ശക്തികളൊക്കെ നേടിയെടുത്തത്. അതൊക്കെ നേടിയെടുത്തപ്പോൾ പിന്നെ ആളുടെ ഒരു തനി സ്വഭാവം കാണിച്ചു. പിന്നെ അതുവരെ ഒരു വലിയൊരു യോഗി പോലെ ജീവിച്ച ആളാണ്. പിന്നെ ശക്തികൾ കിട്ടിയപ്പോൾ പിന്നെ ആൾ തനി സ്വഭാവത്തിലേക്ക് വന്നപ്പോൾ പിന്നെ അവസാനം ആ രീതിയിലായി. സോ ബേസിക്കലി സ്വാതന്ത്ര്യം ആൾക്കുണ്ടായിരുന്നു, നമുക്ക് ചൂസ് ചെയ്യാൻ എന്താണെന്ന്. ഇപ്പോൾ ഒസാമ ബിൻ ലാദന് ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ആൾക്ക് ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങായിരുന്നു. പക്ഷെ ആൾ ചൂസ് ചെയ്തു ഇങ്ങനെ, അതുകൊണ്ട് ആളുടെ അന്ത്യം അങ്ങനെ. സോ ഇത് നമ്മൾ ഈ ഒരു തിരിച്ചറിവും ഇതെപ്പോഴും നമ്മുടെ ബാക്ക് ഓഫ് മൈൻഡിൽ എന്നും വേണം ഈ സാധനം. അത് സ്വാതന്ത്ര്യം നമുക്കുണ്ട്, പക്ഷെ നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്? നമ്മുടെ നന്മയ്ക്കാണോ അതും ഫ്യൂച്ചറിൽ നമുക്ക് വലിയ രീതിയിൽ ദോഷം വരുത്താനുള്ള വിത്തുകളാണ് നമ്മൾ ഇന്ന് പാവുന്നത്.
ആ ഒരു ചോദ്യം നമുക്ക് എന്നും നമ്മുടെ മൈൻഡിൽ വേണം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മൈൻഡിൽ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ഓരോ കൃത്യം ചെയ്യുമ്പോഴും ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കുമെന്ന് ഇത് ചെയ്തുകൊണ്ട് ഗുണകരമാണ് ദോഷകരമാണ്. താൽക്കാലികമായ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതോ ദീർഘകാലമായ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഈ ഒരു തിരിച്ചറിവ് ഓരോ ചെറുപ്പക്കാരനും ഓരോ യുവാവിനും ആളുടെ മൈൻഡിൽ ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സ്വയമായിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളോട് തന്നെ. അപ്പോൾ പിന്നെ അത്യാവശ്യം പ്രോബ്ലംസ് അവിടെ വെച്ച് തന്നെ സോൾവ് ആവും. ആക്ച്വലി ഒരു 50% നിങ്ങളുടെ പ്രോബ്ലം അവിടെ സോൾവ് ആയി. ഈ ഒരു ക്വസ്റ്റ്യനിങ് നിങ്ങൾ സ്വയമോട് നിങ്ങൾ ക്വസ്റ്റ്യനിങ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ആവശ്യമില്ല, എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ദൈവവും ദാനവും എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ആക്ച്വലി നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾക്ക് ഏതിനാണ് പുറത്തേക്ക് എടുക്കേണ്ടത്. സോ അപ്പോൾ അവിടെ വെച്ച് നിങ്ങളുടെ 50% പ്രോബ്ലം സോൾവ് ആവുന്നു. ക്വസ്റ്റ്യനിങ് നിങ്ങൾ സ്വയം ക്വസ്റ്റ്യൻ ചെയ്യുക, സ്വയം നിങ്ങൾ മോണിറ്റർ ചെയ്യുക നിങ്ങളുടെ തന്നെ സ്വയം ആക്ടിവിറ്റീസ്, അതിൻ്റെ എന്താണ് ഇഫക്റ്റ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ താൽക്കാലികമായ സുഖമാണോ ദീർഘകാലമായ നേട്ടത്തിനാണോ? സോ അത് ഒന്ന്. പിന്നെ ഈ ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തിപ്പെടും, അതായത് നിങ്ങൾക്ക് ഇനി ആ ഒരു ചോദ്യം ചെയ്യാൻ തന്നെ സ്വയമോട് ചോദ്യം ചെയ്യാൻ തന്നെ നിങ്ങൾ എങ്ങനെ എത്തിപ്പെടും എന്നുള്ളൊരു അതിനും കൂടിയും ചിലൊരു റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ ഒരു ജനറേഷനിൽ ഇൻടോക്സിക്കേഷൻ, അതായത് ഡ്രഗ്സ് കൺസംഷൻ, ആൽക്കഹോൾ കൺസംഷൻ വളരെ കൂടുതലാണ്. ഇത് ഞാനിപ്പോൾ ഒരു മോറൽ ബേസിസിൽ അതിനെ പറ്റി ഞാൻ പറയുന്നില്ല, അത് നല്ലതാണോ പൊട്ടയാണോ, അയ്യോ അത് ശരിയല്ല മോനെ, അങ്ങനത്തെ സംഭവമല്ല. അങ്ങനെ ആ സാധനം കൺസ്യൂം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബോഡിയുടെ എനർജി ലെവൽ കൂടാനാണോ പോകുന്നത് അതോ കുറയാനാണോ പോകുന്നത്? ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്തായാലും 99.9% ആൾക്കാർക്ക് അതിൻ്റെ ആൻസർ അറിയാലോ. പിന്നെ കൂടുതലും ആൾക്കാർ ഇത് വിഷമമുണ്ടെങ്കിലും കുടിക്കും. എന്തുകൊണ്ട്? വിഷമത്തിന് താൽക്കാലിക ആ ഒരു നേരത്തേക്ക് വേണ്ടിയിട്ട് അതിന് അടച്ചമർത്താൻ വേണ്ടിയിട്ട്, ഷോർട്ട് ടൈമിലേക്ക് അതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ആ പ്രോബ്ലം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, കുറച്ച് എക്സ്ട്രാ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങളുടെ പ്രോബ്ലമിൻ്റെ അളവ് കൂടാൻ മാത്രമേ പോകുന്നുള്ളൂ, കുറയാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ബോധം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രോബ്ലം അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ, അതിനിപ്പോഴും ഞാൻ തന്നെ നേരിടണം. വെറുതെ ഇത്ര നേരം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിന്ന് മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന വെച്ചെങ്കിൽ അപ്പോൾ നിങ്ങൾക്കറിയാം അത് എന്ത് നിങ്ങൾ ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം. അപ്പോൾ ഈ ഇൻടോക്സിക്കേഷൻ്റെ പ്രശ്നം ഇതാണ്. ചുരുക്കം പറഞ്ഞാൽ ഇൻടോക്സിക്കേഷൻ്റെ പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ, അത് നിങ്ങളുടെ എനർജി ലെവലിനെ കുറയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ എനർജി ലെവലിനെ കൂട്ടുന്ന വർദ്ധിപ്പിക്കുന്ന ഐറ്റമിനെയാണ് നിങ്ങൾ കൺസ്യൂം ചെയ്യേണ്ടത്, അത് കുറയ്ക്കുന്ന ഐറ്റമിനെയാണ് നിങ്ങൾ കൺസ്യൂം ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ തീരുമാനമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ അതിനെ ആ തിരിച്ചറിവോട് നിങ്ങളിപ്പോൾ ആ ഇൻടോക്സിക്കേറ്റിംഗ് ഐറ്റംസ് നിങ്ങൾ മാറ്റി നിർത്തുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിൽ ഒന്നുകൂടി നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ആയി. നേരത്തെ 50% സോൾവ് ആവുന്നു, പിന്നെ ഒരു 60-70% നിങ്ങൾ എത്തുന്നു. പിന്നെ റിമൈനിങ് 30% ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു അവയർനെസ് ലെവൽ നിങ്ങൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ, അവയർനെസ് ലെവൽ നിങ്ങൾ സ്ട്രോങ് ആണെച്ചെങ്കിൽ അത്യാവശ്യം നല്ലൊരു ചാൻസ് ഉണ്ട് നിങ്ങൾ കറക്റ്റ് രീതിയിലുള്ള ഡയറ്റും കറക്റ്റ് രീതിയിലുള്ള ആക്ടിവിറ്റീസിലും നിങ്ങൾ പങ്കെടുക്കും. ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലെ ഒരു ഇൻസിഡൻറ്റിനാണ് അത്. അവിടെ ഈ ആൽക്കഹോൾ കൺസംഷൻ കൂടിയപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയില്ല. അപ്പോൾ അവരെന്താ ചെയ്തത്, ഒരു വില്ലേജ് ലെവലിലെ സ്പോർട്സ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് ചെറുപ്പക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും, ഈവൻ 40-50 വയസ്സായ ലേഡീസിനും ജെൻസിനും എല്ലാവർക്കും. അതാണ് എല്ലാവർക്കും കൂടി. അത് വലിയൊരു ക്രേസായി. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ആൾക്കാർ പിന്നെ ഫുള്ള് പിന്നെ ഈവനിങ് സമയത്ത് പണി കഴിഞ്ഞിട്ട് ആൾക്കാർ ബാറിലേക്കല്ല പോണത്, നെക്സ്റ്റ് സ്പോർട്സിലേക്ക് വേണ്ടി സ്പോർട്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം ആൾക്കാർ. സോ എൻഗേജ്മെൻറ്റ് അതാണ്. കാരണം ആൾക്കാർക്ക് എന്ത് ചെയ്യണം, ഒരു ഈവനിങ് വരെ ഒരു ഹാർഡ് വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് അങ്ങനത്തെ വലിയ ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നുള്ളൂ. നിങ്ങളൊരു 10% ഭാഗം മാത്രമേ നിങ്ങളുടെ ലൈഫിൻ്റെ ചെയ്തിട്ടുള്ളൂ ബൈ ഡൂയിങ് ദറ്റ് വർക്ക് ഇൻ എ ഡേ. നിങ്ങളുടെ 90% നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ അതിജീവിക്കാൻ പോകുന്നത്, അതവിടെ എപ്പോഴും കൊടുക്കണം. ജസ്റ്റ് ഒരു വർക്ക് ഷെഡ്യൂൾ മാത്രമല്ലല്ലോ നിങ്ങളുടെ ലൈഫ്. വർക്ക് ഷെഡ്യൂൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, അതല്ല നിങ്ങളുടെ ഫുൾ ലൈഫ്. സോ അപ്പോൾ പിന്നെ ആൾക്കാർക്ക് പക്ഷേ മാക്സിമം ആൾക്കാർക്ക് വേറെ എന്ത് ചെയ്യണമെന്ന് ഒരു ധാരണയില്ല. അതുകൊണ്ട് ഒന്നുമില്ല, ചിലർ ടി വി കണ്ടുകൊണ്ടിരിക്കും, പിന്നെ സ്ട്രെസ് റിലീസും. അതെ. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെ ഒരു താൽക്കാലികമായ ഒരു സ്ട്രെസ് റിലീഫാണ്, അതൊരു സൊല്യൂഷൻ ഒന്നുമില്ല. എക്സാക്ട്ലി. അപ്പോൾ എന്താ വെച്ചെങ്കിൽ പിന്നെ അത് ഓവറോൾ ഒരു ബെനിഫിറ്റ് ആണ് ആക്ച്വലി. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ അളവ് കൂട്ടാണെച്ചെങ്കിൽ അത്യാവശ്യം ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുമ്പോൾ നല്ല. അതെ. അപ്പോൾ പിന്നെ അവിടെ വലിയൊരു റെവല്യൂഷനായി. പിന്നെ എന്താ വെച്ചെങ്കിൽ ആൽക്കഹോളിൻ്റെ കൺസംഷൻ വളരെ കുറയുന്നു, സ്പോർട്സിൽ ആൾക്കാർ നന്നായി എൻഗേജ് ആവുന്നു. പിന്നെ അത് ഒരു വില്ലേജിൽ നിന്ന് വേറെ വില്ലേജ്, പല വില്ലേജസിലേക്ക് അതിങ്ങനെ സ്പ്രെഡ് ആയിട്ട് ഇന്റർ വില്ലേജ് കോമ്പറ്റീഷൻസ് സ്റ്റാർട്ട് ആവുന്നു. അപ്പോൾ പിന്നെ മാസങ്ങളോളം ആൾക്കാർ പ്രാക്ടീസ് ചെയ്യാണ് ആ കോമ്പറ്റീഷന് വേണ്ടിയിട്ട്. എക്സാക്ട്ലി. എന്താ വെച്ചെങ്കിൽ ഓരോരുത്തരുടെ മൈൻഡിൽ ഒരു വാക്യൂം ഉണ്ട്. ആ വാക്യൂമിനെ ആരാണ് വന്നിട്ട് നിറയ്ക്കാൻ പോകുന്നത്? ഹൂസ് ഗോയിങ് ടു ഫിൽ അപ്പ് ദറ്റ് വാക്യൂം, വെദർ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ആൽക്കഹോൾ ഓർ വെദർ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ആക്ടിവിറ്റി. ഇതിലത്തെ ഒരു ഐറ്റം എന്തെങ്കിലും വന്നിട്ട് ഫിൽ ചെയ്യും. അതിനെ ആക്ടിവിറ്റി കൊണ്ട് ഫിൽ ചെയ്യാൻ വെച്ചാൽ അപ്പോൾ പിന്നെ അത്
പ്രശ്നം സോൾവ് ചെയ്യാം. പക്ഷെ അത് നിങ്ങൾ എം ടി ആയി കിടക്കുക വെച്ചെങ്കിൽ എന്തെങ്കിലും ഒന്നല്ല ആൽക്കഹോൾ അല്ലെങ്കിൽ എക്സാക്ട്ലി അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് റാൻഡം എൻ്റർടൈൻമെൻറ്റ്, ജസ്റ്റ് ടി വി ആൻഡ് ഓൾ ദിസ്. ഇപ്പോൾ അത് ടി വിയുടെ കാര്യം പറയുമ്പോഴാണ് ആക്ച്വലി ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ ജസ്റ്റ് ആലോചിച്ചല്ലോ, 1 വർഷത്തിന് മുകളിൽ ടി വി കേടായിട്ട് അത് റിപ്പയർ ചെയ്തിട്ടില്ല, ഒരാൾക്ക് പ്രശ്നമില്ല, അതിന് പറ്റിയിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ ടി വി എന്ന് പറഞ്ഞ സാധനം അങ്ങനെ ഐറ്റം ഉണ്ടല്ലേ. സോ എന്താണെന്ന് വെച്ചെങ്കിൽ അപ്പോൾ മൊബൈലിൽ നോക്കുന്നുണ്ട് ഞാൻ ന്യൂസും, കൂടുതൽ ന്യൂസും അല്ലെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് വല്ല വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണും. അപ്പോൾ അതെന്ന് വെച്ചെങ്കിൽ ഇറ്റ് ഇസ് വെരി മച്ച് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ്. എന്തെങ്കിലും കാണണം തോന്നുന്നു വെച്ചാൽ ആ പർട്ടിക്കുലർ സാധനം ഓപ്പൺ ചെയ്യാം, നമ്മൾ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു കാണുന്നു, അതന്നെ, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ ഇപ്പോൾ കാരണം ഇപ്പോൾ റാൻഡം എൻ്റർടൈൻമെൻറ്റിൽ നേരമില്ല. സിനിമ കാണാൻ പോകുന്നുണ്ട്, അത്യാവശ്യം സിനിമയും കാണാറൊക്കെ ഉണ്ട്, അതിനെ സമയം വരുമ്പോൾ അത് ചെയ്യും. അതെ, അതും ഏത് ടൈപ്പ് ഓഫ് കാണണം എൻ്റർടൈൻമെൻറ്റിലും ഏത് ടൈപ്പ് കാണണം അതും നേരത്തെ ഒരു ധാരണയുണ്ട്. അത് വെച്ചിട്ട് അത് അങ്ങനത്തെ ഒരു ഐറ്റം വരികയാണെന്നുവെച്ചെങ്കിൽ ആ സിനിമ കാണാൻ പോവുകയും ചെയ്യും. അതേപോലെ ഇപ്പോൾ OTT വലുത് നല്ല സിനിമ വരികയാണെന്നുവെച്ചെങ്കിൽ അതും കാണുകയും ചെയ്യും. എന്തെങ്കിലും സംതിങ് ന്യൂ, ഒരു പുതിയൊരു കാര്യം അറിയാൻ പറ്റുകയാണെന്നുവെച്ചെങ്കിൽ ഇപ്പോൾ കുറേ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് മൂവീസ് വരുന്നുണ്ടല്ലോ, ജസ്റ്റ് ഒരു ലവ് സ്റ്റോറീസ് പണ്ടത്തെ പോലത്തെ അങ്ങനെയല്ലോ, ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് മൂവീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു കാണാനൊരു രസം. ഇപ്പോൾ മെയിനായിട്ട് ഈ ജനറേഷൻ പറയുന്ന ഒരു കാരണം സമയമില്ലാന്ന് പറയുന്നത്, അതായത് വർക്ക് ടൈം കഴിഞ്ഞാലും ഫിസിക്കലി വർക്ക്ഔട്ട് ചെയ്യാനോ ബാക്കി കാര്യങ്ങൾ ടൈമില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യുന്നത്? സോ എന്താണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു കാര്യത്തിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് അറിയുകയാണെന്നുവെച്ചെങ്കിൽ നിങ്ങൾ അതിനുള്ള ടൈം കണ്ടുപിടിച്ചോളും, പിടിച്ചിരിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ജവഹർലാൽ നെഹ്റു മുതൽ ഇപ്പോൾ നരേന്ദ്രമോദി വരെ എല്ലാവരും നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത്യാവശ്യം ആൾക്കാരുടെ വർക്ക് ഷെഡ്യൂൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ എല്ലാവരും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരാണ്. 1-2 ആൾക്കാർ ഇടയിൽ വിട്ട് വെച്ചെങ്കിലും ബാക്കി അത് അത്യാവശ്യം എല്ലാവരും ഫൈൻഡ് ചെയ്യും. ഇൻഫാക്ട് ഈവൻ പല സ്റ്റേറ്റ്സിൻ്റെ ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെയും ഷെഡ്യൂൾസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയൊക്കെ എല്ലാവരും മാക്സിമം ആൾക്കാർ കാണിച്ചെങ്കിൽ അവർക്ക് ടൈം ഉണ്ട് ഇതിന്. ഫിസിക്കൽ ആക്ടിവിറ്റി, യോഗ, സംതിങ് മെഡിറ്റേഷൻ എല്ലാത്തിനും അവർ ടൈം കണ്ടുപിടിക്കുന്നുണ്ട്. രാവിലെ ഒരു എന്തെങ്കിലും ഇത്രയ്ക്കും ഷെഡ്യൂളായിട്ട് ഒരു കൺട്രി പോട്ടെ, ഒരു സ്റ്റേറ്റ് പോട്ടെ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കാൻ വെച്ചാൽ അതിന് വലിയൊരു ചുമതലയാണ്. ഇപ്പോൾ ഒരു പ്രൈം മിനിസ്റ്ററിനോ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്ററിന് ടൈം കണ്ടുപിടിക്കാൻ പറ്റുന്ന വൈ നോട്ട് അസ്? നമ്മൾ ടൈം കിട്ടുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ് ആക്ച്വലി. നിങ്ങൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞു. സോ ഇപ്പോൾ എൻ്റെ ടൈമിനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ അതായത് മോർണിംഗ് ഒരു 4:30 എനിക്ക് അതെ മാക്സിമം ടൈംസ്. ചില സമയത്ത് കുറച്ച് കൂടുതൽ ഉറങ്ങും കേട്ടോ. ഞാൻ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അയ്യോ അത് 4:30 കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ മേ ബി സംടൈംസ് ഇങ്ങനെ കുറച്ച് കൂടുതൽ ഉറങ്ങി പോവുകയും ചെയ്യും, അതുണ്ട്. പക്ഷേ മാക്സിമം ടൈംസ് ഒരു ബുദ്ധിമുട്ടില്ലാതെ 4:30 ആകുമ്പോൾ എണീക്കാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണരും ആക്ച്വലി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 കിലോമീറ്റേഴ്സ് റണ്ണിങ്ങിന് പോകും ഡെയിലി. അതൊരു കുന്നുണ്ട് അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത്, ആ കുന്നിൻ്റെ മുകളിലേക്ക് പോവാം. അതും ഒരു അത്യാവശ്യം കാടും ഒക്കെ ഉള്ള ടൈപ്പ് ഒരു കുന്നാണ്, ഫുള്ള് ഡാർക്കാണ് അവിടെ. അതിൻ്റെ മുകളിൽ അവിടെ ഓടി പോയിട്ട് അവിടെ മുകളിൽ നിന്നിട്ട് പിന്നെ യോഗയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് തിരിച്ച് വരുന്നത്. പിന്നെ തിരിച്ച് വന്നിട്ട് ഒരു സ്വിമ്മിങ്ങിന് പോകും. അത് ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് സ്വിമ്മിങ് ഉണ്ടാവും. അതെ മാക്സിമം ടൈം ശ്രമിക്കും. അത് സ്വിമ്മിംഗ് പൂളല്ല, അപ്പോൾ പുഴയിലാണ് സ്വിമ്മിങ് ചെയ്യുന്നത്. ഇല്ല ഒറ്റയ്ക്ക്. ഇൻഫാക്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഒറ്റയ്ക്കേ പോകുള്ളൂ. സോ എക്സാക്ട്ലി ഇല്ല, കാരണം കമ്പനിക്ക് ആളില്ല എന്ന് പറയാൻ പറ്റില്ല ഈ കേസിൽ. കാരണം ഈ നമ്മുടെ പരിസരത്തുള്ള ഫുൾ നേച്ചർ നമ്മുടെ കമ്പനി തന്നെയാണല്ലോ. അതിനേക്കാളും വലിയ കമ്പനി ഇല്ല. ഇൻഫാക്ട് വേറെ ആൾ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ഇന്റർഫിയറൻസ് ആണ്. എക്സാക്ട്ലി. അത് നമ്മുടെ ബോഡി ഇങ്ങനെ ഒരു എനർജി ലെവൽ കൂടുമ്പോഴേ, ഈ യോഗ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലെവൽ കൂടുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതേ സാധനം നമ്മൾ നോർമൽ ഡേയ്സിൽ ചെയ്യണ പോലെ ആവില്ല. ഇത് നല്ല യോഗയൊക്കെ നമ്മൾ നല്ല റൂട്ടീനിൽ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നേച്ചറിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വേറെ ഡിഫറെൻറ്റ് രീതിയിലാണ്. സോ ഇതൊക്കെ അതൊരു എക്സ്പീരിയൻസിന് കൊണ്ട് തന്നെ നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ലോ. സോ അതൊരു ഞാൻ പറയുന്നത് ഹെവൻലി എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ലിറ്ററലി ഓരോ ദിവസം സെയിം സ്പോട്ടിലേക്ക് തന്നെ അങ്ങനെ ഓടി പോകുന്നത്. പക്ഷെ ഓരോ ദിവസം ആ ഒരു ഹെവൻലി എക്സ്പീരിയൻസ് പോലെ തോന്നും. ബോറടി അതെ ബോറടി ഒന്നുമില്ല. പിന്നെ വേറെ സിമ്പിൾ കാര്യം, അതായത് നമ്മുടെ കാല്, നമ്മുടെ കൈ, ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അത് പ്രവർത്തിക്കാത്ത ആൾക്കാർ എത്ര ഉണ്ട് ലോകത്തിൽ? അതും കൂടി ആലോചിക്കേണ്ടതാണ്. നമുക്ക് കിട്ടിയതൊരു ബ്ലെസ്സിംഗ് ആണ്. നമുക്ക് നമ്മുടെ കാലും കയ്യിലും നല്ല ഔഷധമുണ്ട്. സോ ഇതൊന്നും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് അല്ല. ഇതൊന്നും ഒരിക്കലും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മളൊരു ബൈക്ക് ഓടിക്കണേ, നമ്മൾ തന്നെ ഓടിക്കണു, വേറെ വെറുതെ വന്ന് തട്ടിപ്പോയാൽ നമ്മൾ എന്തും സംഭവിക്കാമല്ലോ. സോ നമുക്കതൊന്നും പറ്റാതിരിക്കുന്നു. നമുക്ക് ഒരു ബ്ലെസ്സിംഗ് ആണ് ആക്ച്വലി. അപ്പോൾ ഈ ഒരു ബ്ലെസ്സിങ്ങിനെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ ലൈഫിനെയും നേച്ചറിനെയും എല്ലാത്തിനെയും കൂടി നമ്മൾ ആസ്വദിക്കാനായിട്ട്.
അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഇതൊരു സ്വിമ്മിങ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും? പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1 hour ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഭക്ഷണം കഴിക്കും. ഭക്ഷണം നോർമൽ വീട്ടിൽ ഒന്നല്ല കഞ്ഞി അല്ലെങ്കിൽ മേ ബി ഇഡ്ഡലി ദോശ നോർമൽ, അങ്ങനെ ഒരു ഫിക്സ് ഒന്നുമില്ല. ഇപ്പോൾ പിന്നെ ഓയിൽ കണ്ടന്റ് കുറവ് കൂടുതൽ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ആക്ച്വലി ഞാൻ ഈ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ അതുകൂടിയാണ്. അതായത് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ നന്നായി ആസ്വദിച്ച് കഴിക്കുന്നത്. അതായത് ആ ഇന്നല്ല നാളെയും അടുത്ത 10 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ആസ്വദിച്ച് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ട്. അതുകൊണ്ട് കൺസെപ്ഷൻ കുറച്ച് അതായത് അതുകൊണ്ട് ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റായിട്ട് പോകുകയാണെന്ന് വെച്ചെങ്കിലേ നിങ്ങൾക്ക് ഏത് കാലത്തും നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഷുഗർ പേഷ്യൻ്റായി മാറും. അപ്പോൾ പിന്നെ അതോടുകൂടി തീർന്നു, എല്ലാ കലാപരിപാടികളും തീർന്നു അതോടുകൂടി. വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാൻ. യെസ്. അപ്പോൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും ഇത് എത്ര വലിയ ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. എത്ര ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ, എത്ര ഷുഗർ പേഷ്യൻസ് ഉണ്ട്. ചെറുപ്രായത്തിൽ പോലും ആൾക്കാർ ഷുഗർ പേഷ്യൻസായി മാറുന്നുണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ്. അപ്പോൾ അവർക്ക് ആ ഒരു ഐറ്റം തന്നെ അവരുടെ ഡയറ്റിൽ നിന്ന് പുറത്ത് പോയില്ലേ, മധുരമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട്. സോ ഇറ്റ് ഇസ് എ ബിഗ് ലോസ്. അപ്പോൾ അത് എല്ലാവർക്കും സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് 40 ഏജിലോ 35 ഏജിലോ ആലോചിച്ചിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ ഏജ് റൈറ്റ് ഫ്രം ദ ഏജ് ഓഫ് 15 to 20 നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റാക്കി പോകാൻ വെച്ചാൽ നിങ്ങൾക്ക് ഏത് കാലത്ത് നിങ്ങൾക്ക് ഏത് ഭക്ഷണം കഴിക്കാൻ പറ്റും, ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ ലോ ഓഫ് നേച്ചർ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നിട്ട് അതിനെ പറ്റി ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ നേരത്തെ കൂട്ടി തന്നെ നിങ്ങളൊരു ഡിസിപ്ലിൻ ലൈഫിലാണ് പോകുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അതാണ്. എക്സാക്ട്ലി. പിന്നെ ഇതൊന്നും ഇങ്ങനെ പുതിയ കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ സത്യം പറയുക ഇപ്പോൾ ഇതൊക്കെ ലൈഫ് സ്റ്റൈലിനെ പറ്റി സംസാരിക്കുന്നു. ഇപ്പോൾ ഒരു യൂറോപ്പ് അല്ലെങ്കിൽ ചൈന അല്ലെങ്കിൽ ഒരു അമേരിക്ക, അവരുടെ ഒരു ജനറൽ ജിയോ പൊളിറ്റിക്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയുള്ളൂ. ഇപ്പോൾ ചൈന ഫസ്റ്റ് ഓഫ് ഓൾ ടെക്നോളജിയിൽ എന്നും മുന്നോട്ട് നിൽക്കുന്നത് യൂറോപ്പും അമേരിക്കയും പിന്നെ ജപ്പാനും അങ്ങനെയാണ്. ചൈന അതിൻ്റെ ഇടയ്ക്കൂടെ നുഴഞ്ഞു കയറി വന്നതാണ്. ഇപ്പോൾ 5G ടെക്നോളജിയിൽ അവരിപ്പോൾ ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. കാരണം എന്താ, അവർ നേരത്തെ കൂട്ടി തന്നെ അവർ അതിനെ പറ്റിയിട്ട് റിസർച്ചും ഇൻവെസ്റ്റ്മെൻറ്റും തുടങ്ങിയിട്ടുണ്ട്. ചൈന 1980 വരെ ഇന്ത്യക്കാളും പൂവർ കൺട്രി ആയിരുന്നു, 1980 മുന്നേ. സോ ഇത് പലർക്കും അറിയില്ല ആക്ച്വലി. കാരണം ഇന്ന് ചൈന വളരെ നമ്പർ 2 നിൽക്കുന്നത്. അപ്പോൾ 1980 ഈ അടുത്ത കാലം 1980 ജസ്റ്റ് 40 years ബാക്ക്, വിതിൻ 40 years ഇത്ര വലിയ ട്രാൻസാക്ഷൻ എങ്ങനെ നടത്തി? അത് 40 years അല്ല, വിതിൻ 20 years തന്നെ നടത്തിയവർ. ഓൾറെഡി അവർ 2005 ആകുമ്പോഴേക്കും അവർ ഓൾറെഡി മുകളിലേക്ക് എല്ലാവരും വെട്ടിച്ച് മുകളിലേക്ക് കയറി പോയിരുന്നു. 1980 വരെ ദാരിദ്ര്യം പിടിച്ചൊരു കൺട്രി ആയിരുന്നു. കാരണം എന്താ, ഫ്യൂച്ചറിൻ്റെ കാഴ്ചപ്പാടുള്ള കാരണം. സോ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യാതെ വേറൊരു വഴിയില്ല. പക്ഷേ അതേ സമയത്ത് വെറും ഫ്യൂച്ചറിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യലും ഫ്യൂച്ചറിനെ പറ്റിയിട്ട് വറി ചെയ്യലും ഇത് രണ്ട് കാര്യങ്ങളാണ്. ചിലർ ഫ്യൂച്ചറിനെ പറ്റി വെറുതെ ഇരുന്ന് കുറേ വറി ചെയ്യും, അയ്യോ എന്ത് സംഭവിക്കുന്നു പറഞ്ഞിട്ട്. അതൊരു കാര്യമില്ല, അത് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരു ധാരണയും ഒരു കാഴ്ചപ്പാടും ഇന്നും വേണം. അത് ഡോണ്ട് ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. ഇന്നുള്ള സംഭവം എന്നുണ്ടാവും, എന്നും ശാശ്വതമാവുന്ന അങ്ങനത്തെ തെറ്റിദ്ധാരണ വേണ്ട. നിങ്ങൾ എങ്ങനെ അധ്വാനിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താ നിങ്ങളുടെ കർമ്മങ്ങൾ, അതനുസരിച്ചാണ് നിങ്ങളുടെ നേട്ടങ്ങൾ. സോ ആ ഒരു തിരിച്ചറിവ് എന്നും ബാക്ക് ഓഫ് മൈൻഡിൽ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അത്യാവശ്യം നിങ്ങൾ കറക്റ്റായിട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കും. അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ സ്വയമായിട്ട് തിരിച്ചറിയുകയും ചെയ്യും. നിങ്ങൾ സ്വയമായിട്ട് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളുടെ സത്യം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നോളും. നിങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആണെങ്കിലും സത്യം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നോളും. നിങ്ങൾക്ക് വെറുതെ കുറേ അധികം തേടി അലയേണ്ടി വരില്ല. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡെയിലി ആക്ടിവിറ്റി കിടക്കും. നമ്മൾ പറഞ്ഞ സ്വിമ്മിങ് കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഡെയിലി ആക്ടിവിറ്റി. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 4:30 വരെ പിന്നെ ഫുള്ള് വർക്കിൽ ബിസിയാണ്. അതിൻ്റെ ഇടയിൽ ഫുഡ് വേറെ ഒന്നും കഴിക്കില്ല, നത്തിങ്. ഇടയിൽ കഴിക്കാനും പാടില്ല. അതിൽ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, കഴിക്കാൻ തോന്നില്ല. ഇൻഫാക്ട് 4:30 ആകുമ്പോൾ ഇങ്ങനെ ഔഷധമായിരിക്കുന്നില്ല, അയ്യോ ഭക്ഷണം തരുന്നത് പറഞ്ഞിട്ട്. അത് കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ മന്തിൽ 2 പ്രാവശ്യം 2 ദിവസം മാസം ഫുള്ളായിട്ട് ഫാസ്റ്റിംഗ് ആണ്. 24 hours ഫുൾ ഫാസ്റ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ 4:30 ഇന്ന് കഴിക്കാൻ വെച്ചെങ്കിൽ പിന്നെ നെക്സ്റ്റ് പിറ്റേ ദിവസം 4:30 കഴിക്കുള്ളൂ. അപ്പോൾ 24 hours ഫുൾ ഫാസ്റ്റിംഗ് മന്ത്ലി 2 തവണ 15 ദിവസം കൂടുമ്പോൾ. പിന്നെ അതിൽ ഒരു 12 മണിക്കൂർ വെള്ളം പോലും കുടിക്കില്ല. അതായത് ഈ 5 കിലോമീറ്റർ ഓടാൻ പോയിട്ടും സ്വിമ്മിങ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടും ഫുള്ള് വിശർക്ക് കാണിച്ചെങ്കിൽ പോലും വെള്ളം കുടിക്കാതെ ഒരു കുഴപ്പമില്ലാതെ 12 hours കണ്ടിന്യൂ ചെയ്യും. നത്തിങ്. അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 4:30 കഴിക്കും. പിന്നെ ഈവനിങ് 4:30, ദാറ്റ്സ് ഇറ്റ്. അത് എല്ലാം ആസ്വദിച്ച് കഴിക്കും. എന്ത് വേണമെങ്കിലും എല്ലാം. ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. എനിക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ആക്ച്വലി ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാതിരിക്കാൻ. പിന്നെ വീണ്ടും ആക്ടിവിറ്റീസ് ഫുള്ള് രാത്രി 1 മണി വരെ വർക്ക് ചെയ്യും. വേറെ എന്തെങ്കിലും കുഴപ്പമില്ല. ഇല്ല. അപ്പോൾ ഈ ഇത്ര സമയം കുറച്ച് ഉറങ്ങിയോണ്ട് നത്തിങ്. ലൈഫ് സ്റ്റൈലിന്റെ ഗുണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഈ ലൈഫ് സ്റ്റൈൽ ചിലപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അതായത് യോഗയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് കുറച്ച് നാളത്തേക്ക്, എന്താവും സംഭവിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഉറക്കത്തിന് അളവ് കൂടി പോകും. അപ്പൊ പിന്നെ ബോഡി അതെ. അപ്പൊ പിന്നെ വീണ്ടും ഉറക്കത്തിന്റെ അളവ് കൂടി പോണു, ഭക്ഷണത്തിന്റെ കൺസംഷൻ കുറച്ചുകൂടി കൂടുന്നു. അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് എങ്ങനെ ലോ ആയി കൊണ്ടുപോകുന്നു? അതായത് ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങൾ വരിക അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? ഇല്ല, അസുഖങ്ങൾ
അങ്ങനെ വരാറില്ല ഈ ബേസിക്കലി. ലൈഫ് സ്റ്റൈലിൽ വന്നേ പിന്നെയാണോ അതിന് മുമ്പും? ആക്ച്വലി സത്യം പറയുക എനിക്ക് ലാസ്റ്റ് ഞാൻ എന്നാ ഡോക്ടറെ അടുത്ത് പോയത് എനിക്ക് ഓർമ്മയില്ല എൻ്റെ മെമ്മറിയിൽ. അത് വെച്ചിട്ട് അസുഖങ്ങൾ വന്നിട്ടില്ല എന്ന് പറയില്ല കേട്ടോ. വൈറൽ അറ്റാക്ക് ഒക്കെ ഉണ്ട്, വൈറസ് ഒക്കെ പുറത്തുനിന്ന് വരുന്നതാണല്ലോ, അതിന്റെ ബോഡിക്ക് പ്രത്യേകിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കൊറോണ വൈറസ് വരാൻ വെച്ചാൽ അത് ചൈനയിലാണല്ലോ ഉൽപ്പെടുന്നത്. അപ്പോൾ അതിന്റെ ഉൽപ്പന്നം അവിടെയാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ നിൽക്കണേ, കേരളത്തിൽ നിൽക്കണതിന്റെ ഈ ഒരു ബോഡിക്ക് അറിയില്ലല്ലോ അതിനെങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന്. പക്ഷേ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഡയബറ്റീസ്, ഹാർട്ട് എയിൽമെന്റ്സ്, മാക്സിമം 70% ക്രോണിക് എയിൽമെന്റ്സ് ആണ് സാധാരണ ആൾക്കാർക്ക് വരുന്നത്. ക്രോണിക് പറഞ്ഞാൽ ബേസിക്കലി സെൽഫ് ജനറേറ്റഡ് അസുഖങ്ങൾ എന്ന് പറയാം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ കാരണം വന്നപ്പെട്ട അസുഖങ്ങൾ. സോ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മറികടക്കാൻ പറ്റും. പക്ഷേ എക്സ്റ്റേണൽ അറ്റാക്ക് പറയുന്നത്, അതായത് വൈറൽ അറ്റാക്ക് ഒക്കെ എക്സ്റ്റേണൽ അറ്റാക്ക് ആണ്, അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണ്ടി വരും. പക്ഷേ മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല ഈ അടുത്ത കാലത്ത്. ഒരു എന്നാ കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല ശരിക്കും. കൊറോണ ടൈമിൽ നത്തിങ്. സോ ഈവൻ ഞാൻ ആക്ച്വലി ഒരു കൈലാഷ് മാനസരോവർ യാത്രയ്ക്ക് പോലും പോയിട്ടുണ്ട്. അവിടേക്കും ആക്ച്വലി അവിടെ പോകുമ്പോൾ ഒക്കെ ഓക്സിജൻ സാച്ചുറേഷൻ്റെ വലിയ പ്രശ്നമല്ല. 18,000 ഫീറ്റാണ്. 18,000 ഫീറ്റിൽ ഓക്സിജൻ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഈ ഓക്സിജൻ കുറവ് എന്ന് പറയുന്നത് എന്താണെന്ന്. അതുവരെ കേട്ടിട്ട് മാത്രമല്ല ഓക്സിജൻ ഇല്ലെന്ന്. നമ്മളിങ്ങനെ ട്രെക്ക് ചെയ്യണം, പിന്നെ ശ്വാസം വലിക്കുമ്പോൾ ഇങ്ങനെ ഓക്സിജൻ ഇങ്ങോട്ട് പോകുന്നില്ല. സിലിണ്ടർ യൂസ് ചെയ്യാം, അത് കാനിസ്റ്റർ കയ്യിൽ തന്നിട്ടുണ്ട് എമർജൻസിക്ക്. പക്ഷെ അത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് കാനിസ്റ്റർ. പക്ഷേ ഇത് അറ്റ് ദ സെയിം ടൈം എനിക്ക് അത് എക്സ്പീരിയൻസും ചെയ്യണമായിരുന്നു. അത് എങ്ങനെയാണ് വാട്ട് ഇസ് ഓക്സിജൻ ഡെഫിഷ്യൻസി എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു. അപ്പൊ അത് നല്ല രീതിയിലൊക്കെ അന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ബോഡി വലിയ കുഴപ്പമില്ലാണ്ട് ആ സിറ്റുവേഷനിലായാലും അങ്ങനെയൊക്കെ 2 മണിക്കൂർ ഉറക്കം, ഫുഡ് ഇത്ര കുറവ്, എന്നാലും ഓക്കെയാണ്. അന്നൊക്കെ ഓക്സിജൻ സാച്ചുറേഷൻ ലെവലൊക്കെ 74 വരെ പോയിട്ടായിരുന്നു. എന്നാലും ഒരു കുഴപ്പമില്ല. കൂടെ ഡോക്ടർ ഉണ്ട് ഫുൾ ടൈം. ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടർ വരീഡാണ് കുറച്ച്. 74 ആണല്ലോ, നമുക്ക് വലിയ പ്രശ്നമില്ല, എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചു. ഡോക്ടർ ഒരു UK ബേസ്ഡ് ഡോക്ടറായിരുന്നു നമ്മുടെ പുറത്താണ്. അപ്പോൾ ആള് ഉടനെ ഒരു ആക്ഷൻ ഒന്നും എടുത്തില്ല. 74 കണ്ടാൽ ചിലപ്പോൾ ഡോക്ടർമാർ പേടിക്കല്ലോ, 74 കുറഞ്ഞു പോയല്ലോ. ആൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ട്. ഞാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പോൾ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം വരച്ചെങ്കിൽ അപ്പോൾ പറയണം, അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ആക്ഷൻ എടുക്കും. ഒരു കുഴപ്പമില്ല. ഫുള്ള് 14 കിലോമീറ്റേഴ്സ് ട്രക്ക് കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ തിരിച്ച് വന്നു. സോ ദിസ് ഇസ് ഓൾ എക്സ്പീരിയൻസ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെജ് കഴിക്കണം അങ്ങനെ ഒരു ഇതില്ല ഇതിനു വേണ്ടി, ബോഡി അത്രയ്ക്കും. അതെ. സോ കാരണം അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, എല്ലാവരും മനസ്സിലാക്കേണ്ടത്. മാർഷ്യൽ ആർട്സിന്റെ പ്രാക്ടീഷണേഴ്സ് മാക്സിമം ആൾക്കാർ വെജിറ്റേറിയൻസ് ആണ്. സോ കാരണം അവർക്ക് ബോഡിക്ക് അനുയോജ്യം ഒരു ഐറ്റം പോലും അവർക്ക് കഴിക്കാൻ പാടില്ല. നോൺ വെജ് ആ കാറ്റഗറിയിൽ ആക്ച്വലി വരുന്നത്. സോ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്താണ് അവർ. അതുകൊണ്ട് പണ്ട് മുതലേ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ അവരുടെ എനർജി ലെവൽ വേറെ ലെവൽ റേഞ്ച് ആണല്ലോ. ഇനിയിപ്പോൾ ചില മാർഷ്യൽ ആർട്സ് പ്രാക്ടീഷണേഴ്സ് കഴിക്കുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ. അതെ അതിൽ എക്സെപ്ഷൻസ് ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ അവരുടെ ട്രഡീഷൻ അങ്ങനെയാണ് ആക്ച്വലി. ആദ്യം മുതലേ ആ ഒരു ഫുള്ള്. കാരണം അവരൊക്കെ ഭക്ഷണ രീതി കാണണം. അത് കുറേ അധികം ഭക്ഷണം കഴിക്കില്ല, പക്ഷേ അവരുടെ ഫിറ്റ്നസ് ലെവൽ നമുക്കറിയാലോ. ഷാവുലിൻ ടെമ്പിളിൻ്റെ ഒക്കെ നമുക്ക് കണ്ടിട്ടില്ല, എത്ര വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഈ ഡിസ്കഷനോട് തീരുന്നില്ല. തുടർന്ന് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.